മിഥു മോഹൻ അക്ഷര കേസ്. അപ്പൊ ഈ ഒരു സംഭവം കുറച്ച് നാൾ മുന്നേ എല്ലാവരും ഈ ഒരു സംഭവത്തിനെ പറ്റി ചർച്ച ചെയ്തപ്പോഴും, അതായത് ഭൂരിഭാഗം പേരും പറഞ്ഞിട്ടിരുന്നതെന്ന് പറഞ്ഞ ആ ഒരു നമ്മുടെ അക്ഷര എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയാണ് ഇതിന് എല്ലാത്തിനും കാരണം. ആ പുള്ളിക്കാരി ഈ നമ്മുടെ മിഥു മോഹൻ എന്ന് പറഞ്ഞ പുള്ളീനെ തേച്ചിട്ട് പോയത് കൊണ്ടാണ് പുള്ളി ആത്മഹത്യ ചെയ്തത് എന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തില്ല. കാര്യം അവിടെ വരുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഈ അവരുടെ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ലീക്കായതാണ് എങ്ങനെ വന്നതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആ ഒരു ഓഡിയോകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വീഡിയോനകത്തും എല്ലാവരും ഈ നമ്മുടെ ഈ ഒരു നമ്മുടെ അക്ഷര എന്ന് പറഞ്ഞ ആ ഒരു പുള്ളിക്കാരനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ, ഇവിടെ അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് ഈ അക്ഷര എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് ആ ഒരു സമയത്ത് തോന്നിയത്. എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ ഈ മിഥു മോഹൻ എന്ന് പറഞ്ഞ ആ ഒരു പുള്ളീനെ ഞാൻ കുറ്റപ്പെടുത്തണമൊന്നുമില്ല. കാര്യം പുള്ളി മരിച്ചുപോയി. അപ്പോൾ മരിച്ചു പോയതുകൊണ്ട് തന്നെ ഞാൻ ഇനി അതിനകത്ത് അധികം പുള്ളീനെ പറ്റി അധികം ഞാൻ പറയുന്നില്ല. ഞാൻ ഈ അക്ഷര എന്ന് പറഞ്ഞ ആ ഒരു കുട്ടീനെ പറ്റി പറയാം. അപ്പൊ ഈ ഒരു പുള്ളിക്കാരിനെ ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും, അതായത് ഇപ്പൊ ഈ പുള്ളിക്കാരിയുടെ ഫോട്ടോ കാണിക്കാനായിട്ട് പലരും ഫോട്ടോ ഒന്നും കാണിച്ചില്ലായിരുന്നു. പക്ഷേ ചിലരൊക്കെ ഭയങ്കര റിബലൊക്കെ കളിച്ച് ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടില്ല, പക്ഷെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു ഷോർട്സിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നണതെന്ന് പറഞ്ഞാൽ, ആ ഒരു പുള്ളിക്കാരനെ മിഥു മോഹന്റെ ഓഡിയോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക്, അതായത് പുള്ളി കിടന്ന് കരയണതും കാണുമ്പോഴേക്കും നമുക്ക് ചെറിയ വിഷമമൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ വേറൊരു ഇമോഷണൽ സൈഡ് അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് നോക്കണമെങ്കിൽ, അതായത് എന്താണ് ശരിക്കും വിഷയമെന്നൊന്ന് നോക്കണമെങ്കിൽ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പുള്ളിക്കാരിക്ക് ഈ നമ്മുടെ മിഥു മോഹനോ എന്നുള്ള ആ പുള്ളിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. അതായത് അവർക്ക് ആ ഒരു റിലേഷൻ ഇനി മുമ്പോട്ട് പോവില്ല എന്നുള്ളൊരു അവസ്ഥയിനകത്താണ് അവിടെ നിൽക്കുന്നത്. അതായത് ഒരു റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണ്, ഏത് നിമിഷം വേണമെങ്കിലും അപ്പുറത്തുള്ള ഒരാൾക്ക് ഇൻട്രസ്റ്റ് പോവാം. അപ്പം ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു നോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെയും ഇങ്ങനെ പുറകെ കരഞ്ഞ് വിളിച്ച് പുറകെ പോയി ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനത്തെ രീതിക്കൊക്കെ വെറുതെ അങ്ങനെ പുറകെ പോകാണ്ടിരിക്കാന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പൊ ഈ ഒരു മിഥു മോഹന്റെ കേസിനകത്ത് പുള്ളി അത് കഴിഞ്ഞിട്ടും പിന്നെയും പുറകെ പോയി ലാസ്റ്റ് ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്തപ്പോഴേക്കും ആർക്കാ പോയത്? അതായത് പുള്ളിക്കും പുള്ളിയുടെ വീട്ടുകാർക്കുമാണ് ഇവിടെ മെയിൻ ആയിട്ട്, പുള്ളിയുടെ വീട്ടുകാർക്കാണ് പോയത്. അപ്പൊ ഈ വേറെ എല്ലാവരും ഇപ്പൊ ഇതിനെപ്പറ്റി പറയും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ വിഷയം കഴിഞ്ഞ് അടുത്തൊരു വിഷയം വരും. അപ്പൊ ഇപ്പൊ ഈ ആ ഒരു സമയത്ത് നമ്മൾ നോക്കണമെങ്കിൽ മിഥു മോഹന്റെ ഓഡിയോ ആണ് മെയിൻ ആയിട്ട് വന്നത്. അതായത് പുള്ളിയുടെ സൈഡ് മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഈ അക്ഷര എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടിയുടെ ഓഡിയോയും കാര്യങ്ങളും ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു അക്ഷര എന്ന് പറഞ്ഞ കുട്ടിയുടെ സൈഡ് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ചാനലിനകത്ത് പുള്ളിക്ക് ഈ അക്ഷര എന്ന് പറഞ്ഞ കുട്ടി വീഡിയോ അയച്ചു കൊടുത്തിട്ട് ആ ഒരു വീഡിയോ, അതായത് ഓഡിയോയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു ചാനലിനകത്ത് ക്ലിയർ ആയിട്ട്, അതായത് നമ്മൾ സീക്രട്ട് ഏജന്റിന്റെ ചാനലിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതെടുത്ത് തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിനകത്ത് ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും പറ്റാവുന്ന എല്ലാവരും അതൊന്ന് കയറി കണ്ടുപോകാൻ ശ്രമിക്കട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് ഞാനപ്പോൾ ഈ ആ ഒരു അക്ഷര എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരൊറ്റ ഓഡിയോ മാത്രം ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു. എൻ്റെ പേര് അക്ഷര. ഞാനും മിഥുമോഹനും തമ്മിൽ പ്രണയത്തിലായിരുന്നു, 5 വർഷത്തെ പ്രണയത്തിലായിരുന്നു. ഞാൻ അവനെങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ, ഞാൻ 10th കഴിഞ്ഞിട്ട് എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അടുത്തൊന്നും ബാഡ്മിൻ്റൺ ഇല്ല. അതുകൊണ്ട് അമ്മ അന്വേഷിച്ചപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എന്നെ ബോൾ ബാഡ്മിൻ്റണിന് കൊണ്ട് ചേർത്തു, ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നെയ്യാറ്റിൻകര. അവിടെ കൊണ്ട് ചേർത്തു. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയായിരുന്നു മിഥു മോഹൻ. അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നു. ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ റിലേഷൻഷിപ്പിലായി. 2018 റിലേഷൻഷിപ്പിലാകുന്നത്. ആദ്യത്തെ 2 വർഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഓരോ കുഴപ്പങ്ങളുണ്ടായത്. ആദ്യത്തെ 2 വർഷം വളരെ ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഇപ്പം അവൻ പറയുന്ന, നമ്മൾ സെയിം കോളേജായിരുന്നു. ഞാൻ 12th ആയിരുന്നപ്പോഴാണ് റിലേഷൻഷിപ്പിലാവുന്നത്. അതിനുശേഷം ധനുവച്ചോരം VTM NSS കോളേജിൽ തന്നെ ഞാൻ നെക്സ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറി. അപ്പോൾ അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് മിക്സഡ് പഠിക്കുന്നത് കോളേജിലാണ്. അതുവരെ +2 വരെ ഞാൻ ഫുള്ളും ഗേൾസ് മാത്രമുള്ള സ്കൂളിലാണ് പഠിച്ചത്. 10th വരെ കോൺവെൻ്റ് ആയിരുന്നു. 11th 12th ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. കോളേജിൽ വന്നപ്പോഴത്തേക്കും അവൻ പറയാൻ തുടങ്ങി, ഞാൻ ആരുമായിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല, ഞാൻ ആരുമായിട്ട് മീൻസ് ബോയ്സുമായിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല, ബോയ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല, കൂടെ എൻ്റെ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ആണുങ്ങൾ അങ്ങനെ ആരുമില്ല, അച്ഛനില്ല, സഹോദരങ്ങളില്ല. പിന്നെ ഞാൻ പഠിച്ചതെല്ലാം ഫുൾ ഓൾ ഗേൾസിലാണ് ഫുള്ള് പഠിച്ചത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു ബോയ് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതിനു മുമ്പ് എനിക്കങ്ങനെ റിലേഷൻഷിപ്പും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇങ്ങനെ ആയിരിക്കും, പ്രേമിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അത് അവൻ നന്നായിട്ട് അഡ്വാൻറ്റേജ് എടുത്തു. ആരടുത്ത് സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ആണ് ഫെൻസിങ്ങിനെ കുറിച്ച് എനിക്കറിയുന്നത്. അതുവരെ എനിക്കറിയത്തില്ല ഫെൻസിങ്.
ഫെൻസിങ്ങിനെ കുറിച്ച് അറിയുന്നതും ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പോകണ്ട, നീ ഫെൻസിങ്ങിനൊന്നും പോകണ്ട, എനിക്കിഷ്ടമല്ല, നീ പോകണ്ട എന്ന് അവൻ പറഞ്ഞു. അതിനുശേഷം സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറേ ചോദിച്ചു, എനിക്ക് ഫെൻസിങ്ങിന് പോകണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് ഫെൻസിങ്ങിന് പോകണം എന്നൊക്കെ കുറേ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഓക്കെ എങ്കിൽ നീ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ദീപക് സാറിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു നാളെ തൊട്ട് ക്യാമ്പ് തുടങ്ങുവാണ്, നാളെ തൊട്ട് വരൂ, പ്രാക്ടീസിന് വന്നോളാൻ പറഞ്ഞു. ഞാൻ അന്ന് വീട്ടിലെല്ലാം പറഞ്ഞ് സെറ്റാക്കി ഇവനോട് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയാൻ നീ എന്തിനാ പോയത്, ഞാൻ അന്വേഷിക്കാനല്ലേ പറഞ്ഞത്, എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പിന്നെ എനിക്ക് ഫെൻസിങ് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ഫെൻസിങ് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല, എനിക്ക് ഏതെങ്കിലും ഒരു സ്പോർട്സിന് പോകണമായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് കോളേജിൽ കയറിയപ്പോഴത്തേക്കും ഇവൻ തന്നെ എന്നോട് പറഞ്ഞു നീ ബോൾ ബാഡ്മിൻ്റൺ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബോൾ ബാഡ്മിൻ്റൺ നിർത്തി അവിടെ. പിന്നെ കോളേജിൽ പോയി, പിന്നെ എനിക്ക് ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കോളേജിൽ പോയപ്പോൾ എന്തെങ്കിലും ഒരു സ്പോർട്സിന് എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫെൻസിങ്ങിന് നിന്നത്. അപ്പൊ ഈ ഒരു ഓഡിയോനകത്ത് ഈ അക്ഷര എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ സൈഡാണ് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അന്നത്തെ ആ ഒരു വിഷയമൊക്കെ അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഈ പുള്ളിക്കാരിയുടെ ഒരു സൈഡ് നമ്മൾ ആരും കേട്ടിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാണ്ടിരുന്നത്. കാര്യം എനിക്ക് അതിനകത്തൊരു ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ വക കാര്യങ്ങളിനകത്തൊക്കെ ഇതൊക്കെ ഇതിൽ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ അത് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം അറിഞ്ഞിട്ട് വേണം സംസാരിക്കാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് അതായത് ഈ ഒരു ഓഡിയോ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ റിലേഷനകത്ത് ഇപ്പൊ ഈ ആ ഒരു മിഥുമോഹൻ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ അക്ഷര എന്ന് പറഞ്ഞ കുട്ടിക്ക് അതായത് അവർക്ക് ഈ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, അതായത് ഈ പലതരത്തിനകത്തുള്ള പോസസീവ്നെസ്സും കാര്യങ്ങളും, അതായത് ഈ പോസസീവ്നെസ് എന്നൊക്കെ പറഞ്ഞ പരിപാടി ഒരു പരിധി വരെ അതെന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ അതൊരു പരിധി വിട്ട് അധികമായി കഴിഞ്ഞാൽ അതൊരു ഇത്തിരി അത് ശോകമാണ്. അത് നമുക്ക് ആ ഒരു റിലേഷൻ പിന്നെ മര്യാദയ്ക്ക് അത് മുമ്പോട്ട് പോകാനൊന്നും അത് റെഡി ആവൂല ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ കേസിനകത്ത് പറയുന്നതാണെങ്കിൽ പുള്ളിക്കാരി ആരോടെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ നീ എന്തിനാണ് അവരോട് സംസാരിക്കുന്നത്, അതേപോലെ നീ ഇപ്പൊ മറ്റേ എന്താ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തിന് അതിനെപ്പറ്റി ഞാൻ ക്ലിയർ ആയിട്ട് നോക്കില്ല. അപ്പൊ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തിന് പോകുമ്പോഴത്തേക്കും അവിടെ പോകണ്ട, അവിടെ എന്തിനാണ് പോകുന്നത്, കണ്ട ആമ്പിള്ളേരെ കൂടെ കറങ്ങാൻ പോകണം എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ഫുള്ളൊരു ഓഡിയോ കേട്ടതിൻ്റെ ഒരു ഇതിനകത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ഫുള്ളൊരു ഇതൊന്ന് കേട്ട് നോക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം വെക്കാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാര്യം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ ഒരു ഓഡിയോനകത്തൊക്കെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ സീക്രട്ട് ഏജന്റിൻ്റെ അവിടെ പോയി കണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അത് ഞാൻ കമ്മ്യൂണിറ്റീനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഇപ്പം നമ്മൾ ആ ഒരു സമയത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴത്തേക്കും അതിനകത്ത് ചാടി കയറി ഇപ്പം ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അവരെ ഇങ്ങനെ, അതായത് അവരേത് സിറ്റുവേഷനിൽ കൂടെയാണ് അവർ ആ ഒരു ഓഡിയോനകത്ത് അവർ സംസാരിച്ച രീതിയിനകത്തേക്ക് എത്തിയത് എന്ന് നമുക്കറിയില്ല. അതൊന്നും അറിയാണ്ട് തന്നെ നമ്മൾ അവരെ ഒരുമാതിരി കുരിശിലേറ്റണാണ്. നമ്മൾ പറയുന്നതാണ് അവർ തെറ്റുകാരാണ്, നീ അവനെ ചതിച്ചില്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് ഐഫോണും അതും ഇതൊക്കെ മേടിച്ചിട്ട് ചതിച്ചില്ലേ. എനിക്ക് ആ ഒരു സമയത്ത് ചതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതായത് ഇപ്പോൾ ഒരു റിലേഷൻ അത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ കടിച്ച് പിടിച്ച് കിടക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് മാന്യമായിട്ട് അപ്പുറത്തെ ആളോട് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അത് ഒന്നും പറയാണ്ട് പോകുമ്പോഴാണ് അതൊരു വിഷയമായിട്ട് കിടക്കുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ അപ്പുറത്തെ ആളോട് മാന്യമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല എന്നാണ് എനിക്ക്. കാര്യം നമ്മുടെ ഭാഗം ഇപ്പം ക്ലിയർ ആയല്ലോ. കാര്യം നമുക്ക് ആ റിലേഷൻ മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് തോന്നി. അപ്പം തന്നെ നമ്മൾ അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ മാന്യമായിട്ട് നമ്മുടെ പാട് നോക്കി നമ്മൾ പോവാം. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കിടന്ന് കൂടുതൽ ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനകത്ത്, അതായത് ഈ ഒരു കേസിനകത്ത് നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പം ഈ അക്ഷര എന്ന് പറഞ്ഞ കുട്ടി, അതായത് ഈ മിഥുമോഹൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ അടുത്ത് മാന്യമായിട്ട് ഈ ഒരു പരിപാടി അറിയാൻ പുള്ളിക്കാരിക്ക് ഒത്തുപോകാൻ പറ്റുള്ള കാര്യം നിൻ്റെ ഇങ്ങനത്തെ ഈ ഒരു പോസസീവ്നെസ്സും അതേപോലെ ഈ സംശയവും അതൊന്നും ഒത്തുപോകാനായിട്ട് പറ്റുള്ള എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അതായത് ഒരു പ്രാവശ്യം ഒന്നല്ല കുറേ പ്രാവശ്യം പറഞ്ഞു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതേപോലെ തന്നെ പുള്ളിക്കാരി ഇപ്പം എന്തൊരു വിഷയം ഉണ്ടെങ്കിലും പുള്ളിക്കാരി ഇപ്പം ആ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിന് പോയപ്പോഴത്തേക്കും ഞാൻ ആത്മഹത്യ ചെയ്യുന്നുള്ള രീതിക്ക് ഈ മിഥുമോഹൻ ഓരോ ലെറ്റർ അയക്കുക, അതേപോലെ ഇപ്പം കൈ മുറിച്ച ഫോട്ടോ അയക്കുക, ഇതേപോലത്തെ പല പരിപാടികളും ഉണ്ടായി. അതായത് ഇപ്പം നമുക്ക് ആ ഒരു റിലേഷനിൽ ഒരു രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു മിഥുമോഹൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഈ ഒരു ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. ഞാൻ ആ ഒരു പുള്ളിക്കാരിയുടെ ഓഡിയോ കേട്ടത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുന്നതാണ്. ഞാൻ എവിടെയും ആ ഒരു മറ്റേ മിഥുമോഹൻ എന്ന് പറഞ്ഞ പയ്യനെ കുറ്റപ്പെടുത്തി അങ്ങനെ പറയണതല്ല, ഞാനത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ ജനറൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് ഇപ്പോൾ ഏതൊരു റിലേഷനകത്താണെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് പറഞ്ഞിട്ട് പോവാം. അത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അപ്പുറത്തുള്ള ആള് ഇതേപോലെ ഇപ്പം ഈ ഒരു കേസിനകത്ത് നോക്കണമെങ്കിൽ ഇപ്പം മിഥുമോഹൻ എന്ന് പറയുന്ന പയ്യൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്തപ്പോഴത്തേക്കും അത് എങ്ങനെയാണ് അത് ഈ ഒരു കുട്ടിയുടെ ഒരു തെറ്റ്
തെറ്റാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അത് പൂർണ്ണമായിട്ടും ഈ ഒരു കുട്ടിയുടെ തെറ്റാവുന്നില്ലല്ലോ. കാര്യം ആ ഒരു പുള്ളിക്കാരൻ ഈ നമ്മുടെ കുട്ടിയായിട്ട് മുമ്പോട്ട് പോകണം, അതായത് ഈ അക്ഷര എന്ന് പറഞ്ഞ കുട്ടിയായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്നും പറഞ്ഞിട്ട് ആ പുള്ളി പോയി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മുഴുവനായിട്ടും അത് ഈ ഒരു കുട്ടിയുടെ തെറ്റാവണം? മുഴുവനായിട്ടൊന്നല്ല, അതെങ്ങനെയാണ് ഈ ഒരു കുട്ടിയുടെ തെറ്റാവണം? ഇപ്പം ഈ ഒരു വിഷയത്തിനകത്തും എനിക്ക് അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഓപ്പോസിറ്റ് നിൽക്കണ ആൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ഈ ഒരു റിലേഷൻ മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഞാൻ ഇവിടെ നിർത്തണേണ് ഈ ഒരു റിലേഷൻ എന്നൊരു കാര്യം പറയുമ്പോഴത്തേക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റാണ്ട് അയാൾ പോയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഈ ഒരു പെണ്ണിൻ്റെ തലയിൽ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. അപ്പോൾ എനിക്കത് കണ്ടപ്പോഴത്തേക്കൊന്നും എനിക്ക് പറയണമെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ചിലപ്പോൾ ഈ വീഡിയോ എനിക്ക് 10 പൈസ കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, എനിക്ക് പറയണമെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ ഈ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.